തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പല വാഗ്ദാനങ്ങൾക്കും തറക്കല്ലിടാനായി ഓടി നടക്കുകയാണ് ഉമ്മൻചാണ്ടി. എന്നാൽ ഈ VS-നെ പോലുള്ള വികസന വിരോധികൾ സമ്മതിക്കുന്ന മട്ടില്ല. ഉദാഹരണത്തിന് തലസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെ ശിലാഫലകമിട്ടു. സംഗതി ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിലാണ്. അവിടെ ഒരു തറക്കല്ലിരുന്നാൽ ആർക്കാണ് നഷ്ടം? എന്നാൽ VS അച്യുതാനന്ദനെത്തി ശിലാഫലകവും പരിസരവും പരിശോധിച്ച് മെഡിക്കൽ കോളേജ് തട്ടിപ്പാണ് എന്ന് കണ്ടെത്തി കളഞ്ഞു. പൊതുജനങ്ങൾക്ക് ചികിത്സ നടത്തുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭാവി ഡോക്ടർമാരെ പഠിപ്പിക്കുക 5 വർഷം. ഇത് രണ്ടിൽ ഏതൊക്കെ കാര്യം ഇവിടെ നടക്കുന്നു? ഗവേഷണ പ്രവർത്തനം നടക്കണം, ഗവേഷണം വേറെ. മൂന്നാമത് ഇതിനെ പറ്റിയെല്ലാം ഒന്ന് വിശദീകരിക്കും സാറേ. ആദ്യം ഏത് മെഡിക്കൽ കോളേജ് തുടങ്ങിയാലും സ്റ്റാർട്ട് വിത്ത് ജനറൽ ഹോസ്പിറ്റൽ. നമ്മുടെ കോട്ടയം എടുത്താലും തൃശ്ശൂർ എടുത്താലും ആലപ്പുഴ എടുത്താലും ജനറൽ ഹോസ്പിറ്റൽ നമ്മുടെ ഹോസ്പിറ്റലായിട്ട് വെച്ചിട്ട് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള കോളേജായിട്ട് മാറ്റി. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജിൽ എന്താണ് നടക്കുന്നത്? ഡോക്ടർമാരും മറ്റും ശമ്പളം വാങ്ങിക്കുക എന്നത് മാത്രം. ഉദ്ഘാടനം സിനിമാ സെറ്റിട്ട് നടത്തി എന്നർത്ഥം. മൊത്തം സാങ്ഷൻഡ് പോസ്റ്റ് 83 ഇൻക്ലൂഡിംഗ് പ്രിൻസിപ്പൽ, ദ ടീച്ചിങ് പോസ്റ്റ്. 83 പേർക്ക് ഒരു ജോലി ഇല്ലായിരിക്കല്ലേ ഇവിടെ? ഒരു ജോലി ഇല്ലാമല്ല, നമ്മൾ ആദ്യം ചെയ്താൽ മാത്രമേ. സർജറി പ്രൊഫസർക്ക് എന്താ ജോലി? സർജറി പ്രൊഫസർ he has to make arrangements for the OPD, he has to make arrangements for central oxygen. ഇല്ല, സെൻട്രൽ ഓക്സിജൻ വേണം, സക്ഷൻ വേണം. ഇതെല്ലാം MCAക്ക് ശരിയാക്കാതെ സാറേ പറ്റൂല. ഇല്ലാതെ തുടങ്ങാൻ പറ്റൂല. അതുകൊണ്ട് അതിന്റെ ജോലികൾ ചെയ്യാനായിട്ടാണ്. ഒരു മാസം എത്ര രൂപ ശമ്പളം ലൈക്ക് എനി അതർ പ്രൊഫസർ ആസ് ദീസ് ഡോക്ടേഴ്സ് ആർ ഗെറ്റിംഗ്. അപ്പോൾ വെറും 20 ഏക്കർ സ്ഥലത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് എന്തുണ്ടാക്കാനാണ്? 100 കണക്കിന് ഏക്കറുകളില്ലാതെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് നടന്നുപോകും? ചുരുക്കത്തിൽ വെറും പറ്റിക്കൽസ് ആയിരുന്നു എന്നർത്ഥം. ഇപ്പോൾ നിയമിച്ചവർക്കൊക്കെ എന്താണ് അവിടെ വർക്ക്? We are ready to work, but there is no cooperation from KGMOE. That is the reason. പൊതുജനമല്ല, ഡോക്ടർമാരുടെ മാത്രം. അത് ഞാൻ എടുത്ത് പറയാം. ഇതൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റുമോ മാഡം? സാറേ, ഇത് ഡെവലപ്പ് ചെയ്ത മെഡിക്കൽ കോളേജ്. ഒരു 20 ഏക്കറിനകത്താണോ ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്യുന്നത്? 20 acres ആണ് ചോദിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് സാറേ, ഞാൻ ഉള്ള ഫാക്ട് മാത്രം ഞാൻ പറഞ്ഞു. പഴയ രാജാവിന്റെ കാലത്ത് സ്ഥാപിച്ച ജനറൽ ആശുപത്രി എവിടെ? അതിനുള്ള ഉത്തരം എന്താ? അതിന്റെ ഉത്തരം KGMOE അവരെ ഡിസ്കഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇമാതിരി പല പദ്ധതികളും കേരളം അങ്ങോളം ഇങ്ങോളം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് വരികയാണ്. അതിലൊന്നാണ് കണ്ണൂർ വിമാനത്താവളം. അതൊരിടവേള കഴിഞ്ഞ് പരീക്ഷണ പറക്കൽ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണമല്ലോ. അല്ലാതെ കായലിലൂടെ അല്ലല്ലോ പറക്കണേ. ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്.